നമസ്കാരം. സിറിയക് ഭാഷാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ സിറിയക് ഭാഷ അല്ലെങ്കിൽ സുറിയാനി ഭാഷ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കണം, അല്ലേ? ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സിറിയക് ഭാഷയെപ്പറ്റി നല്ല അറിവുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഭാഷയെപ്പറ്റി ആദ്യമായി കേൾക്കുന്നവരായിരിക്കാം. സുറിയാനി ഭാഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ ലെവൽ ഏതുമാകട്ടെ, തീർച്ചയായും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സുറിയാനി ഭാഷ നന്നായി പരിശീലിക്കുവാൻ കിട്ടുന്ന ഒരു നല്ല അവസരമായി കാണുക. സിറിയക് ഭാഷ എന്നത് ലോകത്തിലെ പുരാതനമായ ഭാഷകളിൽ ഒന്നാണ്. കിഴക്കൻ അരമായ ഭാഷയുടെ ഒരു ഭാഷാഭേദമാണ് സിറിയക് ഭാഷ അല്ലെങ്കിൽ സുറിയാനി ഭാഷ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ കിഴക്കൻ അരമായ ഭാഷ എന്ന്, അല്ലേ? സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ വടക്കു പടിഞ്ഞാറൻ ശാഖയിൽപ്പെടുന്ന ഒരു ഭാഷയാണ് അരമായ ഭാഷ. നിങ്ങൾ ഒരു പക്ഷേ ഇതിനു മുൻപേ അരമായ ഭാഷ എന്ന് കേട്ടിട്ടുണ്ടാവണം. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് യേശു സംസാരിച്ചിരുന്ന ഭാഷ എന്ന നിലയിലായിരിക്കണം. ഏകദേശം 2-ാം നൂറ്റാണ്ടു മുതൽ 8-ാം നൂറ്റാണ്ടു വരെ മധ്യപൂർവ്വേഷ്യയിൽ സംസാര ഭാഷയായിരുന്നു സിറിയക്. ഇന്നും ചിലയിടങ്ങളിൽ ഇത് സംസാര ഭാഷയായി ഉപയോഗത്തിലുണ്ട്. എന്നാലും ഇന്നു കൂടുതലായി ക്രിസ്തീയ ആരാധനക്രമ ഭാഷയായാണ് ഇത് ഉപയോഗത്തിലുള്ളത്. സിറിയക് ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ ഒരംഗമായതിനാൽ തന്നെ എല്ലാ സെമിറ്റിക് ഭാഷകളെപ്പോലെ തന്നെയും സുറിയാനി ഭാഷയും എഴുതുന്നത് വലതു നിന്ന് ഇടത്തേക്കാണ്. സിറിയക് ഭാഷ എന്നത് 3 തരത്തിലുണ്ട്: കൽദായ സിറിയക്, സെർട്ടോ സിറിയക്, എസ്ട്രാഞ്ചലോ സിറിയക്. കൽദായ സിറിയക് എന്നത് ഈസ്റ്റ് സിറിയക് എന്നും അറിയപ്പെടുന്നു. സെർട്ടോ സിറിയക് വെസ്റ്റ് സിറിയക് എന്നും അറിയപ്പെടുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർട്ടോ സിറിയക് അല്ലെങ്കിൽ വെസ്റ്റ് സിറിയക് ആണ്. അപ്പോൾ നമുക്ക് സുറിയാനി ഭാഷയുടെ അക്ഷരങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങാം. ഏതൊരു ഭാഷ നാം പഠിച്ചു തുടങ്ങുമ്പോഴും ആ ഭാഷയുടെ അക്ഷരങ്ങൾ മുതലാണ് നാം പഠിച്ചു തുടങ്ങുന്നത്. സുറിയാനി ഭാഷയ്ക്കും 22 അക്ഷരങ്ങളുണ്ട്. നമുക്ക് ഓരോ അക്ഷരങ്ങളും ശ്രദ്ധയോടെ പരിശീലിക്കാം. ആദ്യമായി നമുക്ക് സിറിയക് അക്ഷരങ്ങളെ മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, സിറിയക് അക്ഷരമാലയിൽ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ പേരുകളുണ്ട്. പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി മറ്റൊന്നായിരിക്കും. സ്ക്രീനിൽ അക്ഷരങ്ങൾ കാണിക്കും, അത് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതിയും പറഞ്ഞു തരും. ആദ്യത്തെ അക്ഷരം ഓലഫ്. ഓലഫ് എന്ന അക്ഷരം പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഓലഫ്. ബേസ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ബ. ഗോമൽ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഗ. ദോലത്ത് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ദ. ഹേ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഹ. വാവ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി വ. സൈൻ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി സ. ഹേസ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഹ. തേസ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ത. യൂത്ത് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി യ. കോഫ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ക. ലോമദ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ല. മീം പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി മ. നൂൻ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ന. സെമക്കസ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി സ. എ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി എ. ഫെ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഫ അല്ലെങ്കിൽ പ. സോദെ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി സ. കോഫ് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി ഖ. റീഷ്
പ്രനൗൺസ് ചെയ്യേണ്ട രീതി ർ. ഷീൻ പ്രനൗൺസ് ചെയ്യേണ്ട രീതി ഷ. താവ് പ്രനൗൺസ് ചെയ്യേണ്ട രീതി ത അല്ലെങ്കിൽ സ. നമ്മൾ സിറിയക് അക്ഷരങ്ങൾ ഓരോന്നായി പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒന്ന് പഠിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ സിറിയക് അക്ഷരങ്ങൾ എഴുതി പഠിക്കുവാനും നിങ്ങൾ ലൈനിട്ട പേജ് തന്നെ ഉപയോഗിക്കുക. സ്ക്രീനിൽ എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും എഴുതേണ്ടതെന്ന് കാണിച്ചു തരും. നിങ്ങൾ അതോടൊപ്പം ഫോളോ ചെയ്യുക. അങ്ങനെ സിറിയക് അക്ഷരങ്ങൾ നന്നായി പരിശീലിക്കുക. ഓലഫ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഓലഫ്. ബേസ്. ബേസ്. ഗോമൽ. ഗോമൽ. ദൗലത്ത്. ദൗലത്ത്. ഹേ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഹേ. വാവ്. വാവ്. sein. Sein. His. His. This. This. Youth. Youth. Cough. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. Cough. ലോമത്. ലോമത്. മീം. മീം. noon. noon. semicus. semicus. a. A. Fe. Fe. Sode. Sode. Cough. Cough. Reach. Reach. Sheen. Sheen. Tao. Tao. അപ്പോൾ നമ്മൾ സുറിയാനി ഭാഷയുടെ അക്ഷരങ്ങൾ പരിചയപ്പെട്ടു. അവ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പഠിച്ചു. തീർച്ചയായും നിങ്ങൾ ഈ അക്ഷരങ്ങൾ പരിശീലിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.